മോനെ ഈ ഒരു മഴക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ ഒരു മഴ ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതിൽ പക്ഷെ റോഡ് ഏതാ പാർക്കിംഗ് ഏതാന്ന് അറിയണില്ല. ദുബായ് ടു അജ്മാൻ, അജ്മാൻ ടു ദുബായ് NH റോഡാണ്. ഒരു വണ്ടി എടുക്കുന്നുണ്ട് ഉള്ളിൽ. എൻ്റെ മോനെ ഇപ്പൊ 2 ദിവസമായിട്ട് അജ്മാനില് നല്ല 2 ദിവസമല്ല 2-3 ദിവസമായി, ഒരാഴ്ച എങ്ങാണ്ടാവാനായി. മുടിഞ്ഞ മഴയാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മള് വർക്കിന് കയറി കഴിഞ്ഞാൽ അറിയില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ ഇറങ്ങുമ്പോഴാണ് അറിയാം ഫുള്ള് വെള്ളം. രാവിലെ പോയി ഏരിയാവില്ല, ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയാല് വൈകുന്നേരമൊക്കെ പണിഞ്ഞ് വരുമ്പോൾ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഇവിടെ ചെറുതായിട്ടൊരു കുളം ഉണ്ടായിട്ടുണ്ട്, കുളം. ഇതൊരു ഗ്രൗണ്ടാണ്. ഈ വണ്ടി കണ്ടാലറിയാം, ആ വണ്ടി കണ്ടാലറിയാം അവിടെ വെള്ളത്തിന്റെ അയ്യോ. ഇതേപോലെയാണ് കുറെ സ്ഥലത്തുണ്ട്. കുറെ സ്ഥലത്ത് അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ഇന്ന് പിന്നെ ലീവ് ആയതുകൊണ്ട് 2 ദിവസം ഇന്നലെ നിൽക്കാതെ നല്ല മഴ പെയ്തിരുന്നു ഒരു ഉച്ചക്ക് രാത്രി. എന്തായാലും ലീവായി. ഇനിയിപ്പോ ഞായറാഴ്ച പണിക്കുണ്ട്. അയ്യോ, എന്തായാലും വൈബായിട്ടുണ്ട്. നല്ല മൂടി കെട്ടിയ ക്ലൈമറ്റ് ആണ്. ഉണ്ടോ ഫുള്ള് ആകാശമൊക്കെ ഉണ്ടോ മേലൊക്കെ നോക്കും, ആകാശം. പക്ഷെ രസമുണ്ട് കേട്ടോ, നല്ല സ്പീഡില്ല. ഇങ്ങനെ കുറച്ച് നടക്കാം. കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവിടെയൊക്കെ ഏകദേശം മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിട്ടാകെ ചൊറായിരിക്കും. ഇത് ഒരു റോഡാണ്. അങ്ങോട്ട് റോഡ്, ഇങ്ങോട്ട് റോഡ്, ഇങ്ങോട്ട് റോഡ്. ഈ ഭാഗത്താണ് ഈ മഴ അല്ല വെള്ളം. ശരി, ഇവിടെ വന്നു കഴിഞ്ഞൊരു മറ്റേ എന്താ പറയാ, കടലിലൊക്കെ ഇറങ്ങിയ ഫീലാട്ടാ. മറ്റേ പുഴേൻ്റെ അരികത്ത് കൂടി ഒക്കെ നടന്ന ഫീലാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഒരു 1.5 മണിക്കൂർ കൂടെ നല്ല വെയിലടിച്ചാലോ അല്ല 2 മണിക്കൂറിട്ട് വെയിലടിച്ചാൽ ഈ വെള്ളം മൊത്തം പറ്റും. ചിലപ്പോൾ അവിടെ ഇവിടെയും കുറച്ച് വെള്ളം കാണും, അത്രേ ഉള്ളൂ. പക്ഷേ 1 മണിക്കൂർ മഴ ചെയ്താൽ നിർത്താതെ പെയ്താൽ തന്നെ അത് ഈ അവസ്ഥ. അപ്പോൾ നാട്ടിലൊക്കെ പെയ്യണ മഴേണ്ട അവസ്ഥ അതുപോലെ ഇവിടെയൊക്കെ പെയ്താനുള്ള അവസ്ഥ ആലോചിക്കണ്ടേ. നമ്മളൊക്കെ നീന്തി പോകണ്ടോ. സമയം ഇപ്പോൾ 10 മണിയാണ്, ആലോചിക്കണം. നേരത്തും മൂടിക്കെട്ടല കണ്ട. നാട്ടിലത്തെ ഒരു ഫീലുണ്ട് ഇവിടെ കേട്ടോ ഈ മഴയൊക്കെ വരുന്നതാണെന്ന്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങണം, ഇടയ്ക്ക് വെള്ളം കയറണമെന്ന് പോയേക്കണം. കാണിച്ചുണ്ട്, വീഡിയോയിൽ കാണിച്ചുണ്ട്. തെണ്ടാനിറങ്ങിയതാണ് തെണ്ടാനിറങ്ങിയത്. സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടാണ്. ആ വഴിക്ക് പോണോ? ഓക്കെ. ഫസ്റ്റ് ലൊക്കേഷൻ നമ്പർ 1 ഭാഗം ഫുള്ള് പകുതിക്കുണ്ട്. ലൊക്കേഷൻ നമ്പർ 2 ഇതൊക്കെ റോഡാണ്, നിങ്ങൾ ആലോചിക്കണം കേട്ടോ. എൻ്റെ മോൻ ഇതാണ് ഞാൻ ഫോക്കസ് അവിടെ. ലൊക്കേഷൻ നമ്പർ 3 ഇത് നമ്മുടെ സ്ഥിരം നടക്കുന്ന ഏരിയ ആണ്. പൈസയൊക്കെ കണ്ട വെള്ളമുള്ളൂ. ലൊക്കേഷൻ നമ്പർ 4 ഇത് നമ്മുടെ എവരിഡന്റെ ഫ്രണ്ടിൽ കൂടി. ഇതിൽ പക്ഷെ റോഡ് ഏതാ പാർക്കിംഗ് ഏതാന്ന് അറിയണില്ല. ഇത് ഇപ്പൊ ഏകദേശം ഒരു കുളം പോലെ ഉണ്ട്. ഇവിടെ പാർക്കിങ്, ഇവിടെ റോഡ്, ഇത് റോഡാണ്, അവിടെ പാർക്കിംഗ് ആണ്. ഒക്കെ കൂടി ഒന്നായ പോലെ ഉണ്ട്. നമ്മളെ നാട്ടില് പാടും തോടൊക്കെ ഒന്നായ പോലെ ഉണ്ട്. അയ്യോ ഗൈസ്, ഒരു ഓടി കിടക്കണുണ്ടോ? വേറെ പകുതി ഭാഗം വെള്ളമായി. ഞാൻ വണ്ടി അവിടെ നിന്ന് എടുക്കുമെന്നോ ഗൈസ്. ഒരു ദുബായ് ടു അജ്മാൻ, അജ്മാൻ ടു ദുബായ് NH റോഡാണ് ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. ഇതിന്റെ വ്യൂ ഞാൻ ഇതിന്റെ മേലെ കയറിയിട്ട് കാണിച്ചു തരാം. സൈക്കിൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. മോനെ ഇതെന്താ ഗൈസ്, ഇതാലോചിക്കണം. ദുബായ്, ഷാർജ, അജ്മാൻ ടു റൂട്ടാണിത്. ഇതാണ് അവസ്ഥ.
സൈക്കിളിന്റെ പകുതി ടയറിന്റെ പകുതി വെള്ളമുണ്ട്. എൻ്റെ മോനെ ഏതാ സാധനം ഒരിക്കലും ഓരോ വണ്ടി വരും നോക്കി. എന്താ പൊന്നെ റേഞ്ച് റോവറും എല്ലാം ഉണ്ടല്ലോ. ഒരു വണ്ടി എടുക്കുന്നുണ്ട് ഉള്ളില്, ഫുള്ള് വെള്ളത്തിൽ കിടക്കുന്നു, മുങ്ങിയുണ്ട്. അതൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ ഒരു മഴ ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. കാര്യമുണ്ട്, ഒരു ദിവസം മര്യാദക്ക് വെയിലടിച്ചാൽ ഇത് മൊത്തം മാറും. ഇത് ഫുള്ള് ക്ലീൻ ആവും. ഫുള്ള് വെയിലടിച്ച് ഒരു വെള്ളമില്ലാത്ത അവസ്ഥ നല്ലായിരുന്നു. ലീവായിരുന്നു നന്നായി. പണി ഉണ്ടാകുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം റിട്ടേൺ പോട്ടെ, കഴിഞ്ഞാൽ കുറച്ച് നേരം ഇറങ്ങും. നമ്മളത് അങ്ങനെയല്ല, നമ്മളെ വീട് ഫുള്ള് വെള്ളത്തിലായിരുന്നു. ഈ വീട് എടുത്തിട്ട് ഏകദേശം 3-ാമത്തെ ദിവസമായി. ഇപ്പോഴാണിത് എഡിറ്റ് ചെയ്യാനും അപ്പ് ചെയ്യാനും പറ്റിയത്. 2 ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല ഗൈസ്. അയ്യോ, ഫോണ് ചത്ത ആകെ മൂഞ്ചി കുത്തിയിരിക്കുകയാണ്. 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം ഉണ്ടാവും, ഡൗട്ടുണ്ട്. ഇവിടെ കറണ്ട് പോയിട്ട് 2-3 ദിവസമായി. കറണ്ട് എന്ന് പറഞ്ഞാൽ AC വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെന്നാവും. അടിയത്തെ ഫ്ലോറിലും കറണ്ട് ഉണ്ട്. ഒന്ന് മഴൻ്റെതാണ്, ഡീബിൽ വെള്ളം ഇറങ്ങിയാൽ അങ്ങനെ എന്തോ ആണ്. അയ്യോ മൂഞ്ചി. എന്തെങ്കിലും ആവട്ടെ, ഇപ്പം എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ പിന്നെ മറക്കണ്ട, സബ് ചെയ്യുക, അത്ര തന്നെ. കറണ്ട് ഇല്ലേന്ന്, ഫോണിൽ ഇപ്പോഴാണ് ചാർജ് ആയത്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.